ഇതുണ്ടോ ഇതാണ് ഹനുമാൻ ക്ഷേത്രമേ. ഇവിടുന്ന് നമ്മൾ വലത്തോട്ട് കിടക്കുന്ന റോഡിൽ പോയാലാണ് ദശരഥ നഗറിലോട്ട് പോകാൻ പറ്റും. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇതുണ്ടോ, ഇതെന്തോ നടത്തില്ലേ? क्या है भैया? चंद्रमूल फल किसके लिए? कि भगवान श्री राम खाते थे, 14 वर्ष वनवास में खाए ना। ओ हो वही फल, राम फल। ഇതെന്താന്ന് വെച്ചാൽ ശ്രീരാമൻ വനവാസകാലത്ത് ഭക്ഷിച്ചുകൊണ്ടിരുന്ന ഫലമാണ് ഇതെന്നാണ് പറയുന്നത്. കണ്ടോ, അടിപൊളി എന്തൊക്കെയാ അല്ലേ, കൊള്ളാം. നേരെ പോകുന്ന കനകഭവൻ ശ്രീരാമ ജന്മഭൂമി തീർത്ഥകേന്ദ്രം. അത് തന്നെയാണ് ദശരഥ മഹൽ. ശ്രീരാമന് ഇവിടെയാ ജനിച്ചതെന്നാണ് പറയുന്നത്. ഇതാണ് ശ്രീരാമൻ ജനിച്ച കൊട്ടാരമേ, ദശരഥ മഹൽ. ശ്രീ ചക്രവർത്തി മഹാരാജ് ദശരഥ് ജി കാ രാജ്മഹൽ, രാജകൊട്ടാരം. ഉണ്ടോ, പഴയ ഇതുണ്ടോ, പഴയ പെയിന്റും ഇതുമൊക്കെ ആയിട്ട് ചെയ്തേക്കുന്നത് കണ്ടോ. ഇവിടെയാണ് ശ്രീരാമ ഭഗവാൻ ജനിച്ചതും ബാല്യമൊക്കെ ഇവിടെയായിരുന്നു. അപ്പൊ അതിന് ശ്രീരാമ ജന്മഭൂമി എന്നും പറയുമേ. കണ്ടോ, ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ആഘോഷം. ആ പഴയ ഒരു ശൈലിയിൽ തന്നെ ചെയ്തു വെച്ചേക്കുക. ഇന്നലെ രാമനവമിയുടെ ആഘോഷത്തിൻ്റെ ഷെഡൊക്കെ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ അകത്തിന് വീഡിയോ പറ്റുമോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ. എന്തായാലും അകത്തോട്ട് കയറട്ടെ. ബാഗും അതുമൊക്കെ പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ക്യാമറാസും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇതെന്ന് നോക്കാം. ഇതുണ്ടോ, കയറി വരുമ്പോൾ കണ്ടോ ആ പഴയ കാലത്തിനനുസരിച്ചുള്ള ചെറിയ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ചെരുപ്പ് പറ്റത്തില്ല. ഷൂസും ചപ്പൽസും ഒന്നും ഇതല്ലേ ഉള്ളു, അല്ല വേറെ നിരോധനമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇതുണ്ടോ, ഇവിടെ നിന്നുള്ള ഒരു ടോട്ടൽ രൂപം. നമുക്ക് അകത്ത് കയറാം. ശ്രീരാമ ഭഗവാൻ ജനിച്ചു വളർന്ന ബാല്യകാലം ചെലവഴിച്ച കൊട്ടാരം എന്താ, ഇതാണേ. ഇതെന്താ, നമ്മളിന്ന് അങ്ങോട്ട് പോവാം. ഇന്നലെ ഒന്നും ഇവിടെ അടുക്കാൻ പോലും പറ്റത്തില്ല. കണ്ടോ, ഇവിടെ ഭജനയൊക്കെ നടക്കാണ്. ഇവിടെ അകത്ത് പോലീസുകാരോ കാര്യങ്ങളോ ഒന്നുമില്ല, പുറത്തുള്ളവരൊക്കെ ഉള്ളേ. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഹോളിനോൾ കാഴ്ചകളെ. ഇവിടുത്തെ പ്രതിഷ്ഠ ഇങ്ങനെയാണ് കണ്ടോ. ശ്രീരാമനെ, ലക്ഷ്മണനെ, ഇവരുടെ എല്ലാം ഫോട്ടോസ് ഉണ്ട്. ഫോട്ടോസ് അല്ല, പ്രതിഷ്ഠ. ഇതുണ്ടോ,
ഇവിടെയൊക്കെ ഇങ്ങനെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ അമ്പലത്തിലെ ഫോട്ടോസൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ല, ശ്രീകോവിലിന്റെ മുമ്പിലൊക്കെ. ഇവിടെ അയോധ്യയിൽ മാത്രമേ ഉള്ളൂ ഒരു ബാനായിട്ട്. അത് സെക്യൂരിറ്റി റീസൺ ആണ് അതിന് കാരണമായിട്ട് പറയുന്നത്, അല്ലാതെ ഭാഗ്യമൊന്നുമല്ല. ഇതുണ്ടോ പഴയ ആ ഒരു ശൈലി ചെയ്തത്. ഇതുണ്ട്. ആ മുമ്പിൽ ചെന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം, ഒരു കുഴപ്പമില്ല. അടിപൊളി. ശ്രീരാമ ഭഗവാന്റെ ജന്മസ്ഥലം, ശ്രീരാമ ഭഗവാൻ ജനിച്ച കൊട്ടാരം. ഇതുണ്ടോ നമുക്ക് അവിടെ ചെന്ന് ഇതെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും അയോധ്യ വരുന്നവര് ശ്രീരാമന്റെ പിതാവിന്റെ കൊട്ടാരവും ശ്രീരാമൻ ഭഗവാൻ ജനിച്ച ഈ ഒരു സ്ഥലം കൂടെ ഒന്ന് കണ്ടിട്ട് പോരുന്നതായിരിക്കും ഉചിതം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതുണ്ടോ ഭജനയാണ് ഇവിടെ എപ്പോഴും ഉണ്ടോ. ഇതെപ്പോഴും ഇങ്ങനെയാണ് കണ്ടോ. അവർക്കവിടെ ഫ്രണ്ടിലൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്, പൈസയൊക്കെ വേണം ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇവിടെ ഒക്കെ പറ്റുമോ ഇങ്ങനെ അല്ലയോ? ശ്രീകോവിലിന്റെ മുമ്പിൽ ചെന്ന് ഫോട്ടോ എടുക്കാനൊക്കെ. ആ അത് ഇവിടുത്തെ ഒരു പ്രധാന ആളാണെന്ന് തോന്നുന്നു, സ്വീകരിച്ചോണ്ട് പോകുന്ന ദശരഥ നഗറിലോട്ട് സ്വീകരിച്ചോണ്ട് പോകുന്ന കണ്ടോ. ഓരോ ദേശം കഴിയുന്നവരും ആചാരങ്ങളും എല്ലാം വളരെ വ്യത്യസ്തമായിട്ട് മാറും അല്ലേ. എന്തൊക്കെ കാഴ്ചകളാണ്. നമുക്കൊക്കെ ഇതൊക്കെ ഒരു പുതുമയായിട്ട് തോന്നും. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു, ഇവിടുത്തെ പൂജാരിമാരൊക്കെ നടക്കുന്നത് ഇന്നോവയിലും ക്രിസ്റ്റ ഫോർച്യൂണറിലൊക്കെയാണ്. നമ്മുടെ അവിടെ ആണെങ്കിലും TVSന്റെ വണ്ടിയാ, വിക്ടറും ഒക്കെയാ മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്നത് പൂജാരിമാര്. ലൂണ തമിഴ്നാട്ടിലൊക്കെ. പക്ഷെ ഇവിടെ ടോട്ടലി ഡിഫറെന്റ്. അവരൊക്കെ നല്ല റിച്ച് ആണ് കേട്ടോ. ഇതാണ് ദശരഥ മഹൽ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.